ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കല്യാണമാണ്. ആരാന്നൊന്നും എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. അപ്പൊ ചോദിച്ചാലും പറഞ്ഞാണ് ഉമ്മന്റെ അമ്മോന്റെ മോന്റെ കല്യാണം. ഇനി പോന് ഹെൽമെറ്റ് വെച്ച് അപ്പനെ മേടിച്ചിട്ട് കാറിൽ കയറാൻ പോകാന്ന് വിചാരിക്കും. ഞാനും വണ്ടിമേലാണ്. അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കണ്ടില്ലേ ഈ കോളേജ്. ഈ വണ്ടിമ പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട് കാണില്ല. പ്രോ ഡ്രൈവർ ആയതിനെ കൊണ്ട് ബാക്കിൽ നമുക്ക് നിൽക്കേണ്ടി വന്നോളൂ. പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനത്തെ ഒരു ഇടവയ്യാണ്. മുന്നിൽ പോയി. ഞങ്ങളതിന് ശേഷം നേരെ മാമന്റെ വീട്ടിൽ പോയി. അവിടുന്ന് ഇനിയിപ്പോ ഷാജുനും കൂട്ടാനുണ്ട്. പോവില്ല നാപ്പ് വിളിക്കടാ രാജോ. രാജോ എന്താ എന്നില്ലാത്ത കൂളി ഇന്ന് എന്നെ ഓന്റെ മുഖം കാണില്ലല്ലോ, അതിനോണ്ട് ഓനക്ക് ഭയങ്കര തൊള്ളേനെ. അല്ലെങ്കിൽ ക്യാമറ കാണിച്ചു കഴിഞ്ഞാലോ ഓന് ഭയങ്കര മിണ്ടാപ്പൂച്ചി. ചെക്കൻ പാവാണ്, ചെക്കന് പെണ്ണില്ലാത്ത സങ്കടമാണ് നല്ലോണം. നിങ്ങൾ മാറ്റുന്നതിനേക്കാൾ ടൈമാണ് ഇവർക്ക് രണ്ടൊക്കെ മാറ്റാൻ. അങ്ങനെ പിന്നെ ഇവനൊന്നും ഇറങ്ങി വന്നു. ഇനി മറ്റോ ഇവനാണെങ്കിലും മാറ്റിട്ട് തീർന്നില്ല. ഈ ഷർട്ട് രസമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ അടുത്ത മാറ്റാൻ പോയിക്കണു. ഓന്റെ ഇപ്പോഴൊന്നും കഴിയില്ല എന്നുള്ള കാര്യം ഞമ്മക്ക് മനസ്സിലായിക്കുന്നു. ഇനിയിപ്പൊ അവിടെ നിൽക്കല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ അടുത്ത മാമന്റെ മോന് വന്ന് അനുഷ്ഠിച്ചു. പിന്നെ നീണ്ട ഇടവേളകൾക്ക് ശേഷം ഷാജഹാൻ മാറ്റി ഒരുങ്ങി വന്നു. പിന്നെ നമ്മള് നേരെ പെട്രോൾ അടിക്കാൻ പോയി. ഇനി അവിടുന്ന് മെല്ലെ വിടും. ഇപ്പുള്ള കോലും കണ്ടില്ല. കല്യാണത്തിന് പോകുമ്പോഴുള്ള കോലം അവിടെ എത്തുമ്പോ ഇതിനേക്കാൾ അപ്പുറം. അങ്ങനെ നമ്മള് കല്യാണ പറയിലെത്തി. ഇവര് കുറെ നേരം എത്തിയിട്ട് വിചാരിച്ചു, പക്ഷെ ഇവരിപ്പോ എത്തണു. വേഗം പോയി. പിന്നെ വെൽക്കം ഡ്രിങ്ക് അത് മസ്റ്റ് ആണല്ലോ. ഓനോന്റെ ഷർട്ടിന് മാച്ചായ കളറൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോ എന്താ പിന്നെ അതിനൊരു കുറവും. എന്താ ഇപ്പൊ എല്ലാരും മോങ്ങും കൈകൊണ്ട് വർക്കില്ല. ഇപ്പൊ ഞാൻ വല്ല എഫക്ട് ഇട്ട് മുഖം ഭ്രാന്തന്മാരെ പോലെ ആക്കുമെന്ന് വിചാരിച്ചിട്ടാണോ അറിയാം. നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് നമ്മളെ ചെറിയ മാമൻ. എന്താ പറഞ്ഞത്? ഈ ചങ്ങായാണെങ്കിലോ തിന്നായിരുന്നു. അപ്പം മുതൽ ഒരു പെണ്ണിനെ നോട്ടിട്ട് അതോളം നോക്കിയാ തിന്നണ തന്നെ. ഓ നല്ല കോൺഫിഡൻസിലായിരുന്നു. ഇനി ആ ചങ്ങായി ചോറിടാൻ പോയി. ആ പ്ലേറ്റ് പോലും മറിച്ചിട്ടില്ല. ആ പെണ്ണെന്നെ ഉള്ളു മനസ്സിൽ. ഇച്ചക്കന്നെ ഇഷ്ടല്ലേ? ഉപ്പില്ലാത്ത പോലെ തോന്നിയപ്പോ ഞാൻ അവരോട് ഉപ്പാണെന്ന് പറഞ്ഞപ്പോ നന്മയുള്ള ആളുകൾ എനിക്ക് ഉപ്പ് കൊണ്ടു തന്നു. തിന്നാണേലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇളി അതും മസ്റ്റ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാരും കൂടെ അവിടെ പോയി. മൂന്നാളും കൂടെ അവിടെ എന്തോ ഒരു കോപ്രായത്തരം കാണിച്ച എന്തോ വീഡിയോയിൽ കുടുങ്ങിയില്ല. അതിന് മുന്നത്തെ ഷോട്ട് ഇത് നമ്മള് വരുമ്പോ പറ്റിയത്. അത് ഇന്നും ഔട്ടും ഉണ്ട്. അതെന്ത് ചെയ്ത് ഇന്നിലൂടെ ഒരാള് പുറത്തേക്ക് പോയി. അപ്പൊ പിന്നെ കൂട്ടിമുട്ടിപ്പോയി. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത് അത് കണ്ടപ്പോ നിർത്താണ്ട് അയാളെ വൈസ്റ്റ് അത് കണ്ടു കഴിഞ്ഞ് നമ്മളടുത്ത് തെറ്റ് പറ്റി കഴിഞ്ഞ ഒരു സോറി പറയാ ആ മനസ്സ് പോലും കാണിച്ചില്ല. മുപ്പത് ആളാരാന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായിക്കുന്നത്. നമ്മള് പിന്നെ ഭാവല്ല വിചാരിച്ച് വെറുതെട്ട്